ഹായ് ഗായ്സ്, അപ്പോൾ ഒരു സ്നോയി ഡേ ഇൻ ദി UK കണ്ടാലോ. ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് ടെസ്കോ വരെ പോയത് മാത്രം ഓർമ്മയുണ്ട്. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഫുൾ സ്നോ. നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ സ്നോ ബഡ് ഫോം ചെയ്യുമോയെന്ന്. ഞങ്ങൾക്കാണെങ്കിൽ തിരിച്ചു പോകാനായിട്ട് വഴിയൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് മഞ്ഞൊക്കെ കുറേ തട്ടിക്കളഞ്ഞൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരുന്നു അന്ന്. വാർണിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇത്രയും ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇത് വളരെ റയറായിട്ടാണ് കേട്ടോ UK ഇങ്ങനെ ഇത്രയും സ്നോ ഒക്കെ വരുന്നത്. അപ്പം ഞാൻ ഓർത്തൊന്ന് ക്യാപ്ചർ ചെയ്തേക്കാം, കാരണം ഇനി നെക്സ്റ്റ് ഇയറിലല്ലേ കാണത്തുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ സ്നോ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമോ എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെ വരും. എൻ്റെ ഉള്ളിൽ ആ കുട്ടി ഇങ്ങനെ എണീറ്റ് തുള്ളിച്ചാടുന്ന പോലൊക്കെ എനിക്ക് തോന്നും. അത് ഒട്ടുമിക്ക എല്ലാവർക്കും റിലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞങ്ങളെന്തായാലും ഫസ്റ്റ് ടൈം കണ്ട സ്നോ അല്ലേ, അപ്പോൾ എസ്റ്റേറ്റ് ചുറ്റും ഒന്ന് ചുമ്മാ നടക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ കാൽപാദം കണ്ടാലറിയാം, ഒത്തിരി പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അബീനെ ഓടിച്ചിട്ട് പിള്ളേരൊക്കെ സ്നോബോൾ എറിയുന്നു. അത് കളിയാക്കിയപ്പോൾ എനിക്കും നല്ല രീതിക്ക് കിട്ടി. നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കറക്കമെങ്കിലും സ്നോയുടെ ഫ്രണ്ട് ചെയ്തില്ല ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.